നമസ്കാരം. വെൽക്കം ടു ഡി ലോ ക്ലാസ്സസ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേബർ ലോ 1-ലെ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഹിസ്റ്ററി ഓഫ് ട്രേഡ് യൂണിയൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻ, മേജർ ട്രേഡ് യൂണിയൻസ്, ട്രേഡ് യൂണിയൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ട്രേഡ് യൂണിയൻ ആക്ട് 1926 ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ട്രേഡ് യൂണിയൻ ആക്ട് 1926, സ്കോപ്പ് ഓഫ് ദി ട്രേഡ് യൂണിയൻ ആക്ട്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് ആൻഡ് ടു മേജർ കേസ് ലോസ്. ഫസ്റ്റ് വൺ ഈസ് വർക്ക്മെൻ ഓഫ് ദി മകുജി ടി എസ്റ്റേറ്റ് വേഴ്സസ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദി മകുജി ടി എസ്റ്റേറ്റ് ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് CP സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡ് യൂണിയൻ ആക്ട് 1926-ന് പ്രഥമമായ 2 ഒബ്ജക്റ്റീവ്സുകളാണുള്ളത്. ഒന്ന്, വോളണ്ടറി രജിസ്ട്രേഷൻ ഓഫ് ദി ട്രേഡ് യൂണിയൻ സാധ്യമാക്കുക അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫ് ദി ട്രേഡ് യൂണിയൻ സാധ്യമാക്കുക. സെക്കൻഡ് വൺ ഈസ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ലോ, പ്രൊസീജിയേഴ്സ് തുടങ്ങിയവ ഡിഫൈൻ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ രജിസ്ട്രേഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് ചില ഇമ്മ്യൂണിറ്റീസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് രജിസ്ട്രേഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് മാത്രമാണ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്. അൺരജിസ്ട്രേഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് യാതൊരു വിധത്തിലുള്ള ഇമ്മ്യൂണിറ്റീസും ഈ ആക്ട് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഇൻ ഷോർട്ട്, എന്തൊക്കെയാണ് ട്രേഡ് യൂണിയൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കിയാൽ, ടു റിലീവ് ഓൾ ട്രേഡ് യൂണിയൻസ് ഫ്രം സം ഓഫ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലൈബിലിറ്റീസ്, ടു പ്രൊവൈഡ് എ സിസ്റ്റം ഓഫ് ദ വോളണ്ടറി രജിസ്ട്രേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ റിക്വയറിംഗ് ദി adoption of adequate rules, maintenance of proper accounts, auditing of proper accounts and filing of returns. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദി സ്കോപ്പ് ഓഫ് ട്രേഡ് യൂണിയൻ ആക്ട് 1926, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ആക്ട് 1926 ഈ ഒരു ആക്ട് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കാര്യങ്ങളിലാണ് ട്രേഡ് യൂണിയൻ ആക്ട് 1926 ബാധകമാകുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് രജിസ്ട്രേഷൻ ഓഫ് ദി ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ട്രേഡ് യൂണിയൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിന് ചില അവകാശങ്ങളും സംരക്ഷണവും ഉത്തരവാദിത്വവും ഉറപ്പു നൽകുക, അതിൽ അവരെ കൂടുതൽ ബോധവാന്മാരാക്കുക. നെക്സ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസിന് അവരുടെ വരവ് ചിലവുകളെ പറ്റി ഒരു പ്രോപ്പർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക. ആ അക്കൗണ്ടിനെ രജിസ്ട്രാറുടെ മുന്നിൽ സമർപ്പിച്ച് കൂടുതൽ കൃത്യത ഉറപ്പുവരുത്തുക. അതുപോലെ പുതിയ മെമ്പേഴ്സ് അംഗമാകുമ്പോൾ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സും നിലവിലുള്ള മെമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ലിസ്റ്റും അല്ലെങ്കിൽ ഡീറ്റെയിൽസും കീപ്പ് ചെയ്യുക എന്നുള്ളതും. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണിറ്റീസിൻ്റെ മേഖലകളിൽ എങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ആക്ട് 1926 അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതാണ്. ട്രേഡ് യൂണിയൻ ആക്ട് 1926 പ്രകാരം ചില സിവിൽ ആൻഡ് ക്രിമിനൽ ഇമ്മ്യൂണിറ്റീസ് രജിസ്ട്രേഡ് ആയിട്ടുള്ള എല്ലാ ട്രേഡ് യൂണിയൻസിനും ലഭിക്കുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 17 പ്രകാരം ക്രിമിനൽ ഇമ്മ്യൂണിറ്റീസിൽ നിന്നും സെക്ഷൻ 18 പ്രകാരം ചില സിവിൽ ഇമ്മ്യൂണിറ്റീസും രജിസ്ട്രേഡ് ആയിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് ലഭിക്കുന്നു. എന്തൊക്കെയാണ് ഈ സിവിൽ ആൻഡ് ക്രിമിനൽ ഇമ്മ്യൂണിറ്റീസ് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് യൂണിയൻ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട റീസൺസ് ആൻഡ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ട്രേഡ് യൂണിയൻ ആക്ട് 1926 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് പെനാലിറ്റീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ആനുവൽ റിട്ടേൺ സമർപ്പിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ വീഴ്ച വരുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ അൺലോഫുള്ളായിട്ടുള്ള മാനറിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്തത് ഫ്രോഡുലൻ്റ് മാനറിൽ കൂടിയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും രജിസ്ട്രാർക്ക് ബോധ്യമായാൽ അദ്ദേഹത്തിന് തക്കതായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ ആ പെർട്ടിക്കുലർ ട്രേഡ് യൂണിയൻസിനോ മെമ്പേഴ്സിനോ എതിരെ ആ ഒരു രീതിയിലുള്ള നടപടി കൈക്കൊള്ളാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് യൂണിയൻ മെമ്പേഴ്സിന് ആവശ്യമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷണൽ, കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ഫെസിലിറ്റീസ് പ്രദാനം ചെയ്യുക. അതുപോലെ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും അച്ചടക്കവും മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ മെച്ചപ്പെട്ടൊരു ജീവിത നിലവാരം വർക്കേഴ്സിന് പ്രദാനം ചെയ്യുക. അതായത് ടു ഇംപ്രൂവ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി, ഡിസിപ്ലിൻസ് ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ടു പ്രൊമോട്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് കളക്റ്റീവ് വെൽഫെയർ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ടു സെക്യൂർ ഫെയർ വേജസ് തുടങ്ങിയവയെല്ലാം തന്നെ ട്രേഡ് യൂണിയൻ ആക്ട് 1926-ൻ്റെ പ്രവർത്തന മേഖലകളാണ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് അണ്ടർ ദി ആക്ട് 1926.
ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ് 2 ക്ലോസ് എ, 2 ക്ലോസ് ബി, 2 ക്ലോസ് സി, 2 ക്ലോസ് ഡി, 2 ക്ലോസ് ഇ, 2 ക്ലോസ് എഫ്, 2 ക്ലോസ് ജി ആൻഡ് 2 ക്ലോസ് എച്ച്. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം 2 ക്ലോസ് എ. 2 ക്ലോസ് എയിലാണ് എക്സിക്യൂട്ടീവിനെ പറ്റി പറയുന്നത്. എക്സിക്യൂട്ടീവ് മീൻസ് ബോഡി ഓഫ് ഓഫീസേഴ്സ്. അതിൽ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ ഓർ സച്ച് അതർ ഓഫീസേഴ്സ് എല്ലാം കൂടി ചേരുന്നതാണ് എക്സിക്യൂട്ടീവ് ബോഡി ഓഫ് ദി ട്രേഡ് യൂണിയൻ എന്ന് അറിയപ്പെടുന്നത്. സെക്ഷൻ 2A എക്സിക്യൂട്ടീവിനെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് 2 ക്ലോസ് ബി, ഓഫീസ് ബിയറേഴ്സ്, മെമ്പേഴ്സ് ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്. മീൻസ് നമ്മൾ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, എക്സിക്യൂട്ടീവ്, ട്രഷറർ ഓർ സച്ച് അതർ ഓഫീസേഴ്സ് ഉൾക്കൊള്ളുന്ന എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഈ എക്സിക്യൂട്ടീവ് ബോഡിയിലെ അല്ലെങ്കിൽ ഈ ഓഫീസ് മെമ്പേഴ്സിനെ ഓരോരുത്തരെയും നമുക്ക് ഓഫീസ് ബിയറേഴ്സ് എന്ന് പറയാം ആസ് പെർ ദ സെക്ഷൻ 2 ക്ലോസ് ബി. നെക്സ്റ്റ് വൺ ഈസ് 2 ക്ലോസ് സി, പ്രിസ്ക്രൈബഡ്. ദ ടേം പ്രിസ്ക്രൈബഡ് മീൻസ് ഈ ആക്ടിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളെയും അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റേഴ്സിനെയുമാണ് പ്രിസ്ക്രൈബഡ് എന്ന് പറയുന്നത്. മാറ്റേഴ്സ് പ്രിസ്ക്രൈബഡ് ബൈ റെഗുലേഷൻസ് മെയ്ഡ് അണ്ടർ ദി ആക്ട് ബൈ ദി അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്. നെക്സ്റ്റ് വൺ ഈസ് 2 ക്ലോസ് ഡി, രജിസ്ട്രേഡ് ഓഫീസ്. രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എവിടെയാണോ പെർട്ടിക്കുലർ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്തത് ആ ഒരു ഹെഡ് ഓഫ് ദി ഓഫീസിനെയാണ് രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദി ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 2 ക്ലോസ് ഇ, രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ എന്താണെന്ന് നമുക്കറിയാം. രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻ മീൻസ് എനി രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസ് രജിസ്റ്റേർഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ആക്ട് 1926. 1926 ട്രേഡ് യൂണിയൻ ആക്ടിൻ്റെ പ്രൊസീജിയേഴ്സും പ്രൊവിഷൻസും അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻസിനെയാണ് രജിസ്റ്റേർഡ് ട്രേഡ് യൂണിയൻസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 2 ക്ലോസ് എഫ്, രജിസ്ട്രാർ. രജിസ്ട്രാർ എന്ന് പറയുന്നത് അപ്പോയിൻറ്റഡ് ബൈ ദി അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി ആക്ട്. അണ്ടർ സെക്ഷൻ 3 ഓഫ് ദി ആക്ട് പ്രകാരം അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഓഫീസറിനെയാണ് രജിസ്ട്രാർ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ക്ലോസ് ജി, ട്രേഡ് ഡിസ്പ്യൂട്ട്. എന്താണ് ട്രേഡ് ഡിസ്പ്യൂട്ട്? 2 ക്ലോസ് ജി പ്രകാരം dispute means employers and workmen or between workmen and workmen or between employers and employers. അതായത് എംപ്ലോയീസും വർക്ക്മെനും തമ്മിലോ തൊഴിലാളികളും ഉടമകളും തമ്മിലോ ഉടമകളും തമ്മിലോ തൊഴിലാളികളും തമ്മിലോ ഉള്ള എല്ലാ വിധത്തിലുള്ള തർക്കങ്ങളെയും, അതായത് തൊഴിൽപരമായിട്ട് ഈ തൊഴിലാളികളും തമ്മിലോ ഉടമകളും തമ്മിലോ ഉടമകളും തമ്മിലോ ഉള്ള തർക്കങ്ങളെയാണ് ട്രേഡ് ഡിസ്പ്യൂട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ക്ലോസ് എച്ച്. എന്താണ് ട്രേഡ് യൂണിയൻസ്? 2 ക്ലോസ് എച്ച് പ്രകാരം ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് എനി കോമ്പിനേഷൻ വെദർ ടെമ്പററി ഓർ പെർമനൻറ്റ് ഫോംഡ് പ്രൈമറി ഫോർ ദ റിലേഷൻ ബിറ്റ്വീൻ വർക്ക്മെൻ ആൻഡ് എംപ്ലോയേഴ്സ് ഓർ ബിറ്റ്വീൻ വർക്ക്മെൻ ആൻഡ് വർക്ക്മെൻ ഓർ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ or for imposing restrictive condition on the conduct of any trade or business and includes any federations of 2 or more trade unions. അതായത് താൽക്കാലികമായോ സ്ഥിരമായോ ഒരു ബിസിനസ്സിൻ്റെയോ വ്യാപാരത്തിൻ്റെയോ വ്യവസ്ഥാപിത കണ്ടീഷനുള്ളിൽ നിന്നുകൊണ്ട് വർക്കേഴ്സും തമ്മിലും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ നിലനിർത്തിക്കൊണ്ട് നല്ലൊരു സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷനെയോ സംഘടനകളെയോ ഒക്കെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് ആസ് പെർ ദ സെക്ഷൻ 2 ക്ലോസ് എച്ച്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പറഞ്ഞ മേജർ കേസ് ലോസിൽ ഒന്നാണ് വർക്ക്മെൻ ഓഫ് ദിമാക്കുച്ചി ടീ എസ്റ്റേറ്റ് വേഴ്സസ് മാനേജ്മെൻറ്റ് ഓഫ് ദിമാക്കുച്ചി ടീ എസ്റ്റേറ്റ്. ഈ ഒരു കേസിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ വർക്ക്മെൻ
എന്ന കാറ്റഗറിയിൽ ആരൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് അവരെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് സുപ്രീം കോടതി വളരെ പ്രസക്തമായി വിധി പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് വർക്ക്മെൻ ഓഫ് ദിമാക്കുചി ടി എസ്റ്റേറ്റ് വേഴ്സസ് ദി മാനേജ്മെൻറ്റ് ഓഫ് ദിമാക്കുചി ടി എസ്റ്റേറ്റ്. ഇൻ ദിസ് കേസ് ഇതിൻ്റെ ഫാക്റ്റ് പറയുകയാണെങ്കിൽ റെസ്പോണ്ടൻറ്റ് പാർട്ട്, അതായത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദിമാക്കുചി ടി എസ്റ്റേറ്റ് ഡോക്ടർ ബാനർജിയെ 3 മാസത്തേക്ക് പ്രൊബേഷൻ വ്യവസ്ഥയിൽ അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസറായി നിയമിക്കുന്നു. 3 മാസത്തിന് ശേഷം ഇൻകോമ്പിറ്റൻസി എന്നൊരു ഗ്രൗണ്ടിൽ ഡോക്ടർ ബാനർജിയെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർ ബാനർജി ഈ ഒരു നീക്കത്തിനെതിരെ ആസാം കർമചാരി സംഘ് എന്ന ഒരു സംഘടനയുടെ സഹായത്തോടു കൂടി ട്രിബ്യൂണലിന് മുന്നിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു. കാരണം ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൻ പ്രകാരം ബാനർജിയെ ജോലിയിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന വാദമായിരുന്നു ബാനർജി ഉന്നയിച്ചിരുന്നത്. കേസ് ട്രിബ്യൂണലിൻ്റെ മുന്നിലെത്തുകയും ട്രിബ്യൂണലിൻ്റെ തീരുമാനപ്രകാരം ഡോക്ടർ ബാനർജി ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമുള്ള ഒരു വർക്ക്മെൻ അല്ലെന്നും അതുകൊണ്ട് തന്നെ ട്രിബ്യൂണലിന് ഇതിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുമായിരുന്നു. പിന്നീട് ഈ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോഴും സെക്ഷൻ 2 ക്ലോസ് K പ്രകാരമുള്ള ഡെഫിനിഷൻ്റെ അവസാന ഭാഗമാണ് അവർ പ്ലീ ആയി ഫോക്കസ് ചെയ്തത്. അതായത് സെക്ഷൻ 2 ക്ലോസ് Kയിലാണ് വർക്ക്മെൻ എന്താണ് എന്ന് പറയുന്നത്. എനി ഡിസ്പ്യൂട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ് ഓർ ബിറ്റ്വീൻ എംപ്ലോയേഴ്സ് ആൻഡ് വർക്ക്മെൻ ഓർ ബിറ്റ്വീൻ വർക്ക്മെൻ ഓർ വർക്ക്മെൻ which is connected with the employment or non-employment or the terms of employment or with the condition of labor of any person. ഇതിൽ ലാസ്റ്റ് ഭാഗമായ എനി പേഴ്സൺ എന്നൊരു വേർഡാണ് അവർ ഇതിൻ്റെ പ്ലീ ആയി അല്ലെങ്കിൽ അവരുടെ ആർഗ്യുമെൻ്റായി എടുത്തു കാട്ടിയത്. ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഇപ്രകാരമായിരുന്നു. സെക്ഷൻ 2 ക്ലോസ് K ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമായ എനി പേഴ്സൺ എന്നൊരു വേർഡ് എല്ലാ വർക്കേഴ്സിനെയും ഉൾക്കൊള്ളും എന്നല്ല കാണിക്കുന്നത്. അതിലുപരി സെക്ഷൻ 2 ക്ലോസ് Kക്ക് ചില ക്വാളിറ്റീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആരൊക്കെയാണ് വർക്കേഴ്സിൽ ഉൾക്കൊള്ളുന്നതെന്നും ആരൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളാത്തത് എന്നുള്ള ചില ക്വാളിറ്റീസും റെസ്ട്രിക്ഷൻസും 2 ക്ലോസ് Kയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനി പേഴ്സൺ എന്നൊരു വേർഡ് കൊണ്ട് എല്ലാ കാറ്റഗറിയിലുമുള്ള വർക്കേഴ്സ് ഇതിൽ ഉൾക്കൊള്ളും എന്ന് അർത്ഥമാക്കുന്നില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബാനർജി ഒരു വർക്ക്മെൻ അല്ലെന്നും അതുകൊണ്ട് 2 ക്ലോസ് K പ്രകാരമുള്ള സംരക്ഷണം ഡോക്ടർ ബാനർജിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ ഫൈനൽ ഡിസിഷൻ. കേസിൻ്റെ ഫാക്റ്റ് ഒന്നും കൂടി പറയാം. റെസ്പോണ്ടൻറ്റ് പാർട്ട് ഡോക്ടർ ബാനർജിയെ 3 മാസത്തേക്ക് പ്രൊബേഷൻ വ്യവസ്ഥയിൽ ഒരു അസിസ്റ്റൻറ്റ് മെഡിക്കൽ ഓഫീസറായി നിയമിക്കുന്നു. 3 മാസത്തിന് ശേഷം ഇൻകോമ്പിറ്റൻസി എന്നൊരു ഗ്രൗണ്ടിൽ ഡോക്ടർ ബാനർജിയെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. ആസാം കർമചാരി സംഘ് എന്ന സംഘടനയുടെ സഹായത്തോടു കൂടി ഡോക്ടർ ബാനർജി ട്രിബ്യൂണലിന് മുന്നിൽ ഇത് ഒരു അൺലോഫുൾ ആയിട്ടുള്ള രീതിയിൽ നീക്കം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടൊരു കേസ് ഫയൽ ചെയ്യുന്നു. ഈ കേസിൽ ട്രിബ്യൂണലിൻ്റെ മുന്നിലെത്തുകയും ട്രിബ്യൂണലിൻ്റെ ഡിസിഷൻ പ്രകാരം ഡോക്ടർ ബാനർജി ട്രേഡ് യൂണിയൻ ആക്ട് 1926 സെക്ഷൻ 2 ക്ലോസ് K പ്രകാരമുള്ള വർക്കേഴ്സിൽ ഉൾക്കൊള്ളുന്ന ആളല്ല എന്നും അതുകൊണ്ട് തന്നെ ട്രിബ്യൂണലിന് ഈ ഒരു കേസിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നു. സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോഴും സെക്ഷൻ 2 ക്ലോസ് K പ്രകാരമുള്ള ഡെഫിനിഷൻ പാർട്ടിൻ്റെ അവസാന ഭാഗത്തിൽ വരുന്ന എനി പേഴ്സൺ എന്നുള്ളൊരു വാക്കായിരുന്നു അവർ പ്ലീയായി അല്ലെങ്കിൽ ആർഗ്യുമെൻ്റായി ഉയർത്തിയിരുന്നത്. ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഡിസിഷനും ട്രിബ്യൂണലിൻ്റെ ഡിസിഷൻ അനുകൂലമായിരുന്നു. അതായത് സെക്ഷൻ 2 ക്ലോസ് K പ്രകാരം പറയുന്ന എനി പേഴ്സൺ എന്നൊരു വാക്ക് എല്ലാ വർക്കേഴ്സും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലുള്ള വർക്കേഴ്സും ഇതിൽ ഉൾക്കൊള്ളും എന്നല്ല ചൂണ്ടിക്കാണിക്കുന്നത്. പകരം അതിന് ചില ക്വാളിറ്റീസും റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആസ് പെർ ദ സെക്ഷൻ 2 ക്ലോസ് K ഓഫ് ദി ട്രേഡ് യൂണിയൻ ആക്ട് 1926 ഡോക്ടർ ബാനർജി ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വർക്കർ അല്ല എന്നും അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇതിൽ നിന്നുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സംരക്ഷണം ലഭിക്കില്ല എന്നുമായിരുന്നു കോടതിയുടെ ഡിസിഷൻ. ഇനി അടുത്ത് പറയാൻ പോകുന്ന കേസ് CP സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഈ കേസിൻ്റെ ഫാക്റ്റ് എന്തെന്നാൽ 24 സിനിമ ഹൗസസ് അല്ലെങ്കിൽ സിനിമ തിയേറ്റേഴ്സ് എംപ്ലോയീസ് അവരുടെ എംപ്ലോയേഴ്സിനോട് ചില ഡിമാൻഡുകൾ ഉന്നയിച്ചു. ബട്ട്
ഈ എംപ്ലോയേഴ്സ് അവരുടെ എംപ്ലോയീസ് പറഞ്ഞ ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിച്ചില്ല എന്നു മാത്രമല്ല, അവർ കൺസീലിയേഷൻ ഓഫീസറുടെ മുന്നിൽ ഒരു പരാതി സമർപ്പിക്കുകയും ചെയ്തു. ആ പരാതി പ്രകാരം കൺസീലിയേഷൻ ഓഫീസർ അതിനെപ്പറ്റി പഠനം നടത്തുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കൺസീലിയേഷൻ ഓഫീസർ മുന്നോട്ട് വെച്ച ചില സജഷൻസ് 6 സിനിമ ഹൗസസ് മാത്രമാണ് അനുകൂലിച്ചത്. ബാക്കി തിയേറ്റേഴ്സ് അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ഒരു സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനാലുണ്ടായ അപ്രിഹെൻഷൻ പ്രകാരം കൺസീലിയേഷൻ ഓഫീസർ ഗവൺമെൻറ്റിനൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. ഗവൺമെൻറ് കൺസീലിയേഷൻ ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. പ്രശ്നപരിഹാരത്തിനായി കേസ് ട്രിബ്യൂണലിന് കൈമാറി. പിന്നീട് ഈ കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തി. സുപ്രീം കോടതിയുടെ മുന്നിലെത്താനുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ഒരു കേസിൽ പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ കണ്ടൻഷൻ. അതുപോലെ തന്നെ ഇവിടെ അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു അപ്രിഹെൻഷൻ്റെ എലമെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും, പിന്നീട് ഗവൺമെൻറ് ട്രിബ്യൂണലിനെ റെഫർ ചെയ്ത മാറ്റർ കോമ്പിറ്റൻ്റ് ആണോ എന്നുള്ളതുമായിരുന്നു. ഈ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ ഡിസിഷൻ ഇപ്രകാരമായിരുന്നു: ഗവൺമെൻറ്റിന് പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. കാരണം സോഷ്യൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി സൊസൈറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് അത്തരം കാര്യങ്ങളിൽ ഒരു പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. സെക്കൻഡ് വൺ ഈസ്, ഇതിൽ അപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടോ? തീർച്ചയായും അണ്ടർ സെക്ഷൻ 10(1) പ്രകാരമുള്ള ട്രേഡ് യൂണിയൻ ആക്ടിൻ്റെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അപ്രിഹെൻഷൻ ഈ ഒരു സംഭവത്തിൽ ഉണ്ട് എന്നായിരുന്നു കോടതിയുടെ ഡിസിഷൻ. കാരണം 6 പേർ മാത്രമാണ് കൺസീലിയേഷൻ ഓഫീസറുടെ ഡിസിഷൻ അംഗീകരിച്ചതും സജഷൻ അംഗീകരിച്ചതും. ബാക്കിയുള്ളവർ സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തതോടുകൂടി തന്നെ അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൻ്റെ അപ്രിഹെൻഷൻ വന്നു കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മാറ്റർ ട്രിബ്യൂണലിൻ്റെ മുന്നിലേക്ക് റെഫർ ചെയ്ത മാറ്റർ കോമ്പിറ്റൻ്റ് ആണോ? തീർച്ചയായും അവിടെ ഒരു അപ്രിഹെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ മാറ്റർ തികച്ചും കോമ്പിറ്റൻ്റ് ആണ് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഡിസിഷൻ. ഇനി ആ കേസിൻ്റെ ഫാക്റ്റ് ഒന്നും കൂടി പറയാം. CP സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. CP സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ 24 സിനിമ ഹൗസസ് എംപ്ലോയീസ് അവരുടെ എംപ്ലോയേഴ്സിനോട് ചില ഡിമാൻഡുകൾ ഉന്നയിച്ചു. ബട്ട് എംപ്ലോയേഴ്സ് വർക്കേഴ്സിൻ്റെ ഡിമാൻഡുകളൊന്നും തന്നെ അംഗീകരിച്ചില്ല. മാത്രമല്ല, കൺസീലിയേഷൻ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തു. അതുപ്രകാരം കൺസീലിയേഷൻ ഓഫീസർ പരാതി സ്വീകരിക്കുകയും അതിൽ പഠനം നടത്തുകയും ചില സജഷൻസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ആ സജഷൻസിൽ 6 സിനിമ തിയേറ്റേഴ്സ് മാത്രമാണ് കൺസീലിയേഷൻ ഓഫീസറുടെ സജഷൻസ് അംഗീകരിച്ചത്. ബാക്കിയുള്ളവർ അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനാലുണ്ടായ അപ്രിഹെൻഷൻ പ്രകാരം കൺസീലിയേഷൻ ഓഫീസർ ഗവൺമെൻറ്റിന് ഒരു പ്രോപ്പർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേൽ ഗവൺമെൻറ് ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. കേസ് ട്രിബ്യൂണലിന് കൈമാറി. പിന്നീട് കേസ് സുപ്രീം കോടതിയുടെ മുന്നിലെത്തുന്നു. സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോൾ ഉന്നയിച്ച കണ്ടൻഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്യൂസ്, ഗവൺമെൻറ്റിന് ഇതിലൊരു പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ? അതുപോലെ തന്നെ ഇവിടെ അപ്രിഹെൻഷൻ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപ്രിഹെൻഷൻസ് ഉണ്ടോ? അതുപോലെ തന്നെ ട്രിബ്യൂണലിൻ്റെ മുന്നിൽ ഉന്നയിച്ച ഈ കേസ് ഒരു കോമ്പിറ്റൻ്റ് കേസാണോ എന്നുള്ളതുമായിരുന്നു. ഇതിൽ സുപ്രീം കോടതി പറഞ്ഞ ഡിസിഷൻ, ഗവൺമെൻറ്റിന് ഒരു പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. കാരണം സോഷ്യൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എല്ലാ ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് പ്രഥമ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തീർച്ചയായും അണ്ടർ സെക്ഷൻ 10(1) പ്രകാരം ഇവിടെ ട്രേഡ് യൂണിയൻ ആക്ട് പ്രകാരമുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് അപ്രിഹെൻഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. സ്ട്രൈക്കിന് ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു അപ്രിഹെൻഷനും കൂടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ റെഫർ ചെയ്ത മാറ്റർ കോമ്പിറ്റൻ്റ് ആണ് എന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ ഡിസിഷൻ. ഈ ഒരു കേസിൽ ഇത്രയും കാര്യങ്ങളാണ് CP സാരഥി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെഷനിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ
സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.